പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫൻ. സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇബ്രാഹീമിന്റെ മില്ലത്ത് എന്താണ് എന്നുള്ളതൊന്ന് പരിശോധിക്കുക എന്നുള്ളത്. അപ്പോൾ ചില സഹോദരങ്ങൾക്കെങ്കിലും സംശയം ഉണ്ടാവും, ഇതൊക്കെ എത്രയോ മുമ്പ് വിശദീകരിച്ചതാണല്ലോ ഇബ്രാഹീമിന്റെ മില്ലത്ത്. പിന്നെ എന്താണ് വീണ്ടും ആവർത്തിച്ച് അത് തന്നെ വിശദീകരിക്കുന്നത് എന്ന് ചിലപ്പോ സംശയങ്ങൾ തോന്നിയേക്കാം. അതിനെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ എത്ര മുമ്പ് പറഞ്ഞാലും പിന്നെ പറയുമ്പോൾ കുറെ പുതിയ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. മാത്രവുമല്ല, നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന പുതിയ ഒരുപാട് ആളുകളുണ്ട്, തുടക്കക്കാരായ കുറെ ആളുകളുണ്ട്. അവരുടെ ഒരു പരാതി പറയുന്നത്, മാഷ് കുറെ പറഞ്ഞ വിഷയങ്ങൾ, ആഴത്തിൽ പറയുന്ന വിഷയങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് എന്നുള്ളത്. അപ്പൊ അത്തരം ചില ആളുകളെ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ പറയുകയാണെങ്കിലും അതിൽ നിന്ന് പുതിയ കുറെ കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. മറ്റൊന്ന്, തുടക്കക്കാരായ ആളുകളെ കൂടി പരിഗണിക്കുക എന്നുള്ളതാണ് ഇത്തരം ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇബ്രാഹീമിന്റെ മില്ലത്ത് എന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലൊക്കെ കുറെ കാര്യങ്ങൾ കടന്നു വരും. എന്തൊക്കെയാണ് ഇബ്രാഹീമിന്റെ മില്ലത്ത്? ബലിയർക്കുക, അതുപോലെ സുന്നത്ത് കഴിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ. പ്രധാനമായിട്ടും ഇബ്രാഹിമിന്റെ തൗഹീദ്, ശിർക്കിൽ നിന്നുള്ള മോചനം, അതൊക്കെയാണ്. അപ്പൊ ഇബ്രാഹിമിന്റെ മില്ലത്ത് പിന്തുടരുക എന്ന് പറയുമ്പോൾ കുറെ അഹ്കാമുകള്, കുറെ വിധികള്, കുറെ ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള്, ഇതിനെയൊക്കെ പിന്തുടരുക എന്നുള്ളതാണ് ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചത് അങ്ങനെയാണ്. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇബ്രാഹിമിന്റെ മില്ലത്ത് എന്ന് പിന്തുടരുക, ഇത്തിബാ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരമായി സത്യത്തെ, യാഥാർത്ഥ്യത്തെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഹക്കീക്കത്തിനെ ബഹസുദ്ദായിമു അനിൽ ഹക്കീക്കത്ത്, യാഥാർത്ഥ്യത്തെ മുസ്തമിറായിട്ട്, ദായിമായിട്ട്, നിരന്തരമായി, പതിവായി യാഥാർത്ഥ്യങ്ങളെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇബ്രാഹിമിന്റെ മില്ലത്ത്. അതെന്തിന്? ഹക്കീക്കത്ത് കണ്ടെത്തുന്നതിന് വേണ്ടി, യാഥാർത്ഥ്യം കണ്ടെത്തുന്നതിന് വേണ്ടി. പാരമ്പര്യങ്ങളിൽ നിന്ന് മൗറൂസായ കാര്യങ്ങളെ ബുർഹാനില്ലാതെ, തെളിവുകളില്ലാതെ, ഹുജ്ജത്തില്ലാതെ, അഖൽ ഉപയോഗിക്കാതെ മൗറൂസായ പാരമ്പര്യങ്ങളെ അപ്പടി പിന്തുടരുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇബ്രാഹിമിന്റെ മില്ലത്ത്. അതാണ് ഇബ്രാഹിമിന്റെ മില്ലത്ത് എന്ന് പറയുന്നത്. ചുരുക്കി ആമുഖമായിട്ട് പറയണമെങ്കിൽ അതാണ് ഇബ്രാഹിമിന്റെ മില്ലത്ത്. പാരമ്പര്യത്തെ മുഴുവൻ തള്ളുക എന്നല്ല. പാരമ്പര്യമായി നമുക്ക് കിട്ടിയ ഒരു കാര്യം നമ്മൾ അഖൽ ഉപയോഗിക്കണം, ഹുജ്ജത്ത് കണ്ടെത്തണം, അതിന് ഇബ്രാഹിം എന്ന് പറയുന്നത് അതാണ് ബുർഹാന്, തെളിവ് കണ്ടെത്തണം. ഇതെല്ലാം കണ്ടെത്തി ാണെങ്കിൽ അതിനോട് ഇതൊക്കെ ലഭ്യമാണെങ്കിൽ മൗറൂസായ കാര്യം എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. മുഴുവൻ മൗറൂസുകളെയും തള്ളണം എന്നൊന്നല്ല നമ്മൾ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഇസ്തിഅ്മാലുൽ അഖ്ല്, മനുഷ്യ ബുദ്ധിയെ ഉപയോഗിക്കണം. പിന്നെ ഹുജ്ജത്തുകള്, അതാണല്ലോ ഹജ്ജ്. ഹുജ്ജത്തുകൾ കണ്ടെത്തണം, ഹുജ്ജത്ത് കണ്ടെത്തണം, ബുർഹാന് കണ്ടെത്തണം. ഇതൊന്നും കൂടാതെ നമ്മൾ മൗറൂസുകളെ തസ്ലീം അപ്പടി അങ്ങോട്ട് സ്വീകരിക്കാനോ എടുക്കാനോ പാടില്ല. ഇതാണ് ഇബ്രാഹിമി മില്ലത്തിന്റെ ഒന്ന്. ഇബ്രാഹിമാണ് തൗഹീദ് ഇബ്രാഹിമാണെന്ന് പറയുമ്പോ
ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയ തൗഹീദ് ഉണ്ട്, പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയൊരു തൗഹീദ് ഉണ്ട്. മരിച്ചുപോയ ആളുകളിൽ നിന്നും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാനെ മാത്രം ദ്വാർക്കുക എന്നുള്ളതാണ് തൗഹീദ് കൊണ്ട് പല ആളുകളും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ശരിയായ തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യ ബുദ്ധിയെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് സ്വതന്ത്രമാക്കുക. എന്തിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന്? സായിലായ മഹദൂദായ കാര്യങ്ങളെ, അതായത് നീങ്ങിപ്പോകുന്ന ആശയങ്ങളുണ്ട്. കാലം മാറുമ്പോ ആ ആശയത്തിന് പ്രസക്തി ഇല്ലാതാവും. അത് ഒരു പ്രത്യേകമായ ഹദ്, കാലഘട്ടത്തിന്റെ പരിധിയിൽ മാത്രം ഒതുങ്ങുന്ന അറിവുകള്, വിജ്ഞാനങ്ങള്, ആശയങ്ങള്, വ്യക്തികള്, ഇതിനെയൊക്കെ പിന്തുടരുകയോ അവർക്കൊക്കെ വിധേയപ്പെടുകയോ അത്തരം ആശയങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഷിർക്ക്. അതില്ലാതാകുക എന്നുള്ളതാണ് തൗഹീദ്. കൃത്യമായി മനസ്സിലാക്കുക. മനുഷ്യ ബുദ്ധിയെ തഹ്രീർ, അതിനെ സ്വതന്ത്രമാക്കുക. എന്തിൽ നിന്ന്? മിൻ ഇബാദത്തി കുല്ലി സായിലിൻ ഔ മഹദൂദിൻ എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. സായിലായ, അതാണല്ലോ ഇബ്രാഹിമിന് ഫലമ്മ ജന്ന അലൈഹിൽ ലൈലു റഅ കൗകബൻ ഖാല ഹാദാ റബ്ബി ഫലമ്മ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ എന്ന് പറയും. പിന്നെ ഫലമ്മ റഅൽ ഖമറ ബാസിഗൻ ഖാല ഹാദാ റബ്ബി ഫലമ്മ അഫല ഖാല ലഇൻ ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാലിൻ. ഇങ്ങനെ സായിലായി, ആഫിലായി പോകുന്ന, സായിലായി പോകുന്ന ഏതൊരു ഒന്നിനെയും നമ്മൾ റബ്ബാക്കാതിരിക്കുക എന്നുള്ളതാണ് ഇബ്രാഹിമിന്റെ തൗഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജന്ന അലൈഹില്ലൈലു റഅ കൗകബൻ. ജന്ന അലൈഹില്ലൈലു എന്ന് പറഞ്ഞാൽ രാത്രി, നമ്മൾ ഈ പറയുന്ന രാത്രിയല്ല, വൈജ്ഞാനികമായ അതിന്റെ ആന്തരികമായ തലത്തിൽ എന്നുള്ളത് നമുക്ക് പകല് രാത്രി എന്നുള്ള രാത്രിയല്ല. പകല് രാത്രി എന്ന് പറയുന്ന ആ രാത്രി അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പല ക്ലാസ്സുകളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. മറിച്ച് ആ ലൈല് എന്ന് പറയുന്നത് നമുക്ക് അജ്ഞാതമായി കിടക്കുന്ന കാര്യങ്ങളെ അന്വേഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ അജ്ഞാതമായി കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് നമ്മുടെ ലൈല്. ആ ലൈല് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്ത് വന്നു? ആ കൗക്കബൻ, ഒരു അറിവിന്റെ ഒരു കൗക്കബ്, ഒരു നക്ഷത്രം, അതാണ് സ്റ്റാർ. കൗക്കബത്തുൽ ഉലമാ എന്നൊക്കെ പറയും ഒരാളെ കുറിച്ച്. അയാൾ കൗക്കബത്തുൽ ഉലമാ ആണ്, അറിവുകളിൽ ഒരു കൗക്കബാണ് അയാൾ, അല്ലെങ്കിൽ നെജുമാണ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ ആകാശത്ത് കാണുന്ന രാത്രിയാവുകയും ആകാശത്ത് കാണുന്ന നക്ഷത്രം ആണ് എന്നുള്ളത് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ അങ്ങനെയാണ്, എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ആയത്തിന് അർത്ഥം നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. രാത്രിയായപ്പോ ആകാശത്ത് നോക്കിയപ്പോ ഒരു നക്ഷത്രം കണ്ടു. ആ നക്ഷത്രത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എന്റെ റബ്ബ് അതാണ്. ആ റബ്ബ് നമ്മളെ തർബിയത്ത് ചെയ്യുന്നില്ല. നേരെ മറിച്ച് നമുക്ക് ഒരു വിജ്ഞാനത്തിന്റെ ഒരു സ്റ്റാർ നമുക്ക് പണ്ഡിതനായിട്ടോ അറിവായിട്ടോ നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് ആത്യന്തികമായ അറിവ് എന്നുള്ളതാണ്. അത് നമുക്ക് ഹിദായത്ത് തരും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ ആ വിജ്ഞാനത്തിന് പ്രസക്തി ഇല്ലാതെ ആകുകയാണ്, അത് ആഫിലാകുകയാണ്, അത് സായിലാകുകയാണ് ചെയ്യുന്നത്. അത് നമ്മെ തെർബിയത്ത് ചെയ്യാൻ, നമ്മെ സാംസ്കാരികമായും വൈജ്ഞാനികമായും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയതല്ല. അതാണ് ആദ്യം നമ്മെ തർബിയത്ത് ചെയ്യാൻ പറ്റിയ നമ്മുടെ ഉള്ളിൽ വളരുന്ന റബ്ബാണ് എന്നുള്ളത് നമുക്ക് തോന്നും. പക്ഷെ പിന്നീട് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴാണ് അത് നമ്മുടെ റബ്ബല്ലല്ലോ എന്നുള്ളത് തിരിച്ചറിയുന്നത്.
ഇതൊക്കെ നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ് നമുക്കിത് വ്യക്തമായി ഈ ആയത്തിന്റെയൊക്കെ ആശയം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്റെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരന്തരമായി സത്യത്തെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുമ്പോ വിജ്ഞാനത്തിന്റെ ഒരു മേഖലയിലേക്ക് എത്തുമ്പോ നമ്മൾ വിചാരിക്കും ഇത് ഈ കൗക്കബ്, ഈ അറിവിന്റെ നക്ഷത്രം തന്നെ നമുക്ക് വഴികാട്ടിയായി മാറും എന്നുള്ളത് നമ്മൾ വിചാരിക്കുകയാണ്. ഇത് നമുക്ക് ഹിദായത്ത് കണ്ടെത്തുകയാണ്. പക്ഷെ നിരന്തരമായി നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ഇത് ഹിദായത്തിലേക്ക് നയിക്കാൻ പറ്റിയ റബ്ബല്ല, തെർബിയത്ത് ചെയ്യാൻ പറ്റിയതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അത് അത് മാറിപ്പോകുന്നതാണ്. അത് ചില കാലഘട്ടങ്ങളിലും ചില സമയങ്ങളിലും മാത്രം മഹദൂദായതാണ്. അത് സായിലാണ്, അത് ആഫിലാണ്. അതാണ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ആഫിലീൻ എന്ന് പറയുന്നത്. അത് ആഫിലാണ്, സായിലാണ്, മഹദൂദ്. മഹദൂദ് എന്ന് പറഞ്ഞാൽ സമാനിനും മക്കാനിനും ഒരു പ്രത്യേക കാലഘട്ടത്തിലും സ്ഥലത്തും മാത്രം പരിമിതമായ ചില അറിവുകൾ. അപ്പോഴാണ് അതിനെ കുറിച്ച് ഇങ്ങനെ ഖമറ്, ഷംസ് ഒക്കെയാണ്. ഖമറ് നമ്മൾ നൂറ് മുസ്താഹാറാണ്, കടമെടുത്ത് നമുക്ക് വെളിച്ചം തരുന്ന അറിവുകളാണ്. അൽ മുസ്താഹാറു മിനൻ നൂരിയാണ്. അപ്പൊ അത് ഇപ്പൊ ഖമറുൽ ഉലമ എന്നൊക്കെ നമുക്ക് പറയാം, പക്ഷെ അള്ളാഹുവിന് അത് പറയാൻ പാടില്ല എന്നാ. നമ്മള് ഖമറുൽ ഉലമ, ഷംസുൽ ഉലമ, അയാള് ഇന്ന മേഖലയിൽ കൗക്കബാണ്, നെജുമാണ് എന്നൊക്കെ ഓരോ വ്യക്തികളെ കുറിച്ച് നമ്മൾ പറയുമ്പോ അയാളൊരു സ്റ്റാർ ആണ് എന്ന് നമ്മൾക്ക് പറയുമ്പോ ഏതെങ്കിലും ഇപ്പോ അത് ആർട്സിലാകാം, അഭിനയങ്ങളിലാകാം, കലയിലാകാം, സ്പോർട്സിലാകാം, അറിവ് വിദ്യാഭ്യാസത്തിലാകാം, ഏത് മേഖലയിലായാലും ചില ആളുകളെ നമ്മള് നെജമാണെന്ന് പറയും. അയാള് അറിവിന്റെ മേഖലയിൽ ഒരു ഖമറാണെന്ന് പറയാം. അയാൾ ജ്ഞാനത്തിന്റെ മേഖലയിൽ ഷംസാണ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഇതൊക്കെ നമുക്ക് പറയാം, പക്ഷെ ഖുർആനിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. ഖുർആനിൽ ഷംസ് എന്ന് ഉപയോഗിച്ച ആകാശത്ത് കാണുന്ന നക്ഷത്രം സൂര്യൻ തന്നെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ സൂര്യനെ കണ്ടപ്പോഴാണ് ഇബ്രാഹിം അത് പറഞ്ഞത് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ സത്യത്തില് അറിവിന്റെ ഏറ്റവും ഉയർന്ന തലമാണ്. അതാണ് പിന്നീട് പറയുന്നുണ്ട്, ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമരി. ഷംസിനും ഖമറിനും നിങ്ങൾ സുജൂദ് ചെയ്യരുത് എന്ന് പറയുന്നത് വമിൻ ആയാത്തിഹി അല്ലൈലു വന്നഹാറു വശംസു വൽ ഖമറു ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമരി വസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ എന്ന് പറയുന്നത്. അപ്പൊ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് ഏറ്റവും വിജ്ഞാനത്തിന്റെ പ്രഭ ചൊരിഞ്ഞിരുന്ന അറിവുകളായാലും വ്യക്തികളായാലും അതൊക്കെ ആത്യന്തികമായി അത് അവസാനത്തെ സത്യമാണെന്ന് നമ്മൾ ധരിച്ച് അതിനെ വിവാദത്തെടുത്ത് അതിന് വിധേയപ്പെട്ട് കഴിയരുത് എന്നുള്ളതാണ് പറയുന്നത്. ആത്യന്തികമായ സത്യം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന്, ഈ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് ആത്യന്തികമായ സത്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ഇബ്രാഹിമിന്റെ മില്ലത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇബ്രാഹിമിന്റെ മില്ലത്ത് എന്ന് പറയുന്നത് നിരന്തരമായ സത്യങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ, ഹക്കീക്കത്തിനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക, ബുദ്ധി ഉപയോഗിക്കുക, ഹുജ്ജത്ത് കണ്ടെത്തുക, ബുർഹാന് കണ്ടെത്തുക, അസ്നാമുകളെ തകർക്കുക. അസ്നാമുകളെ തകർക്കുക എന്ന് പറയുമ്പോൾ, വിഗ്രഹങ്ങളെ തകർക്കുക എന്ന് പറയുമ്പോ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കയറി വിഗ്രഹങ്ങളെ മുഴുവൻ തച്ചുടക്കുക എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ തച്ചുടച്ചിട്ട് എന്താ കാര്യം? അതിനേക്കാളും നല്ല വിഗ്രഹങ്ങൾ അവര് വീണ്ടും പണിത് വെക്കും എന്നല്ലാതെ. അതൊക്കെ ഒരു താൽക്കാലികമായ ഒരു കാര്യം. പക്ഷേ മനുഷ്യന്റെ ഏറ്റവും വലിയ വിഗ്രഹം എന്ന് പറയുന്നത് അവന്റെ ബുദ്ധി കല്ലായി മാറുക എന്നാണ്. അതായത് അവന്റെ ചിന്തയും ബുദ്ധിയും ഫിക്റും അഖലും ഫിക്റും ഒക്കെ അത് കല്ലായി മാറുക എന്ന് പറഞ്ഞാൽ അത് ചലനമില്ലാത്ത ഒരവസ്ഥയായി മാറുകയാണ്. അത് പ്രവർത്തിക്കുന്നില്ല, അത് ജാമിതായി പോവുകയാണത്.
അതാണ് തഹ്ജീറുൽ ഉഖൂലാണ് സത്യത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിഗ്രഹം. ഇതൊക്കെ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. വീണ്ടും പറയാനുള്ള കാരണം ഞാൻ ആദ്യം ആമുഖത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ തഹ്തീമുൽ അസ്നാം എന്ന് പറയുന്നത് ഒരു കോടാലി എടുത്ത് ഏതെങ്കിലും അമ്പലത്തിലേക്ക് പോയി ഹജരിയായ കല്ലുകൊണ്ടുണ്ടാക്കിയ മണ്ണ് കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളെ മുഴുവൻ ആ കോടാലി കൊണ്ട് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞ് പോരലല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മറിച്ച് അസ്നാമുൽ ഫിക്രിയാണ്, ഫിക്രിയായ അസ്നാമുകളാണ്. അത് ഒരു ചില വ്യക്തികളുടെ ചിന്തകള് ആത്യന്തികമായ സത്യമാണെന്നും അത്രയും പരിശുദ്ധമാണ് അവ എന്നും വിചാരിച്ച് അതിൽ മാത്രം ഉറച്ചു നിൽക്കുക. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ നമ്മുടെ അഭിപ്രായങ്ങളെ മാറ്റാനോ നമ്മുടെ ചിന്തകളെ മാറ്റാനോ ഒന്നും തയ്യാറില്ല. അപ്പൊ മുറാജഅത്തില്ലാതെ, മുറാജഅത്ത് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും 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 ആവർത്തിച്ച് പരിശോധന നടത്താതെ ചില അഭിപ്രായങ്ങൾ, ചില ആറാകുകൾ, ചില ഇൽമുകള്, ചില വ്യക്തികളെ ഒക്കെ പരിശുദ്ധരാണ് എന്ന് വിചാരിച്ച് അവിടെ തന്നെ ഉറച്ചു നിൽക്കലാണ് സത്യത്തിൽ നമ്മുടെ അസ്നാമ്, ഫിക്രിയായ അസ്നാമ് എന്ന് പറയുന്നത്. അതാണ് ആ അസ്നാമുകളാണ് മനുഷ്യൻ തകർക്കേണ്ടത്. അതാണ് അവന്റെ പുരോഗതിയെ മുഴുവൻ തടഞ്ഞു വെക്കുന്നത്. അല്ലാതെ ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹത്തിന്റെ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ശരിയാണ് എന്നുള്ള അർത്ഥത്തിനല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത് മനുഷ്യന്റെ പുരോഗതിയെ തടയുന്നതിനേക്കാൾ കൂടുതൽ, അത് വലിയ രീതിയിലൊന്നും മനുഷ്യന്റെ സാംസ്കാരികമായ അവന്റെ വൈജ്ഞാനികമായ പുരോഗതിയെ അത് ചെറിയ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കാമെങ്കിലും, പക്ഷെ മനുഷ്യൻ ഏറ്റവും വലിയ അവന്റെ വിഗ്രഹം, അവന്റെ പുരോഗതിയെ മുഴുവൻ, അവന്റെ സാംസ്കാരികമായ ഉയർച്ചയെ, അവന്റെ വൈജ്ഞാനികമായ ഉയർച്ചയെ മുഴുവൻ തടയുന്ന ഏറ്റവും വലിയ വിഗ്രഹം, ഇത് എൻ്റെ സഹോദരങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അതാണ് അവന്റെ അസ്നാമുൽ ഫിക്രിയാണ്, ഫിക്രിയായ അവന്റെ ചിന്താപരമായ ബുദ്ധിപരമായ അവന്റെ സനമാണത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ തകർക്കുക എന്നുള്ളതാണ് ഇബ്രാഹിമിന്റെ മറ്റൊരു മില്ലത്ത്. അതായത് നമ്മുടെ അഖിലോ നമ്മുടെ ഹുജ്ജത്ത് കണ്ടെത്താതെ, മുറാജഅത്ത് നടത്താതെ, ബുർഹാന് കണ്ടെത്താതെ ഏതൊരു വ്യക്തി പറഞ്ഞതായാലും ശരി, വ്യക്തികളായാലും ശരി, അവരുടെ ഇൽമുകളായാലും ശരി, അവരുടെ ആറാകുകൾ, അഭിപ്രായങ്ങളായാലും ശരി, നമ്മൾ അതിനെ തഖ്ദീസ്, അത് മുഖദ്ദസാണെന്ന് വിചാരിച്ച് അവിടെ നിൽക്കരുത് എന്നാണ് അതിന്റെ ആകത്തുക. അതായത് ഇബ്രാഹിമിന്റെ മില്ലത്ത് ഇഹ്തിജാജായിരുന്നു, ബുർഹാനായിരുന്നു, ഹുജ്ജത്ത് കണ്ടെത്തലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ തന്റെ ജീവിതം തന്നെ തൽഹിയത്ത്, ജീവിതം തന്നെ സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു. സത്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി എന്തൊക്കെ താൻ തൽഹിയത്ത് നൽകേണ്ടതുണ്ടോ അതൊക്കെ നൽകുക എന്നുള്ളതാണ് ഇബ്രാഹിമിന്റെ. അതാണ് ഉൽഹിയത്ത്. ബലി എന്ന് കേൾക്കുമ്പോഴത്തേന് അറുക്കുക എന്നേ നമുക്ക് തോന്നുള്ളൂ. അതൊരു ചെറിയ ചിന്താപരമായ ഒരു ചെറിയ തലത്തിൽ അങ്ങനെയൊക്കെ മനസ്സിലാക്കാം. പക്ഷെ ബുദ്ധിപരമായ, ചിന്താപരമായ, ഉന്നതമായ തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോ ഒരു ബലി നൽകുക എന്ന് പറയുന്നത്, മഹാത്മാഗാന്ധി ഹയാത്തഹൂലിൽ വത്തനി എന്ന് പറയുമ്പോ മഹാത്മാഗാന്ധി തന്റെ ജീവിതം രാജ്യത്തിനു വേണ്ടി ബലി അർപ്പിച്ചു എന്ന് പറയുമ്പോ അറുത്തു കൊടുത്തു എന്നൊന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് ജീവിതത്തിൽ അതിനുവേണ്ടി ത്യാഗങ്ങള്, പരിശ്രമങ്ങൾ നടത്തുകയും അതിന്റെ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടോ അതൊക്കെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് ഏതൊരു ചിന്തിക്കുന്ന മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റും.
ആ രൂപത്തിലാണ് നമ്മൾ ഇത് ഇബ്രാഹിമിന്റെ തൽഹിയത്തും ഹിജ്റയും ഒക്കെ കാണേണ്ടത്. സത്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി, അള്ളാഹുവിലേക്കും റസൂലിലേക്കും എത്തുന്നതിന് വേണ്ടി, അതാണ് ഹക്കിലേക്ക് വുസൂൽ, ഹക്കിന്റെ മാർഗത്തിലേക്ക്, സത്യത്തിന്റെ മാർഗത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഏതൊക്കെ മശക്കത്തുകൾ, തഹമ്മുല്, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ സഹിക്കേണ്ടതുണ്ടോ, അതിനുവേണ്ടി എന്തൊക്കെ നമ്മൾ ഹജർ ഉപേക്ഷിക്കേണ്ടതുണ്ടോ, അതാണ് ഹിജർ. ദൈവീകതയ്ക്ക് വേണ്ടി, യാഥാർത്ഥ്യത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി എന്തൊക്കെ നമ്മൾ ഹജർ ഉപേക്ഷിക്കേണ്ടതുണ്ടോ അതിനെയൊക്കെ ഉപേക്ഷിക്കുക, അതാണ് ഹിജ്റ. അതിനുവേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ നമ്മൾ സഹിക്കേണ്ടതുണ്ടോ അതാണ് നമ്മുടെ തൽഹിയത്ത്. ഇതാണ് ഇബ്രാഹിമിന്റെ മില്ല. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോകുകയാണെങ്കിൽ ഇബ്രാഹിമി മില്ലത്ത് ഒരുപാട് പറയാനുണ്ട്. ഇതാണ് ഞാൻ ചില സൂചനകൾ മാത്രമാണ് ഞാൻ നൽകിയിട്ടുള്ളത്. അപ്പൊ ഇബ്രാഹിമി മില്ലത്ത് എന്ന് പറയുമ്പോ ഏതാനും ചില അനുഷ്ഠാനങ്ങള്, ചില നാട്ടിൽ നടക്കുന്ന ചില ആചാരങ്ങൾ ഉണ്ടല്ലോ, ആ ആചാരങ്ങൾ, ഇതിനെയൊക്കെ പിന്തുടരുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കാനുണ്ട്. പക്ഷെ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. സലാം.